ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോഴത്തേ ഞാൻ രാവിലെ ഇറങ്ങി. ഫോട്ടോഷൂട്ട് കൊല്ലത്തിലാണ്. സോ ഞാനും ഫോട്ടോഗ്രാഫർ ചേട്ടനാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് പേടിയും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഷൂട്ട് ഔട്ട്ഡോറാണ് പ്ലാൻ ചെയ്തിരുന്നത്. മഴ വന്ന് നശിപ്പിക്കുകയോ എന്നോന്ന് അറിയില്ല. അത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ എന്താവോ എന്നോന്ന് അറിയാതെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടനടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകും, ചേട്ടൻ മറക്കാതെ എനിക്ക് വ്ളോഗ് എടുത്ത് തരണമെന്ന്. കഴിക്കാൻ ഇറങ്ങി ഇഡ്ഡലി കൊണ്ടുവന്നോക്കാം. ഞാൻ കോഫി. അങ്ങനെ കൊല്ലത്തിൽ നമ്മൾ എത്തി ഗായ്സ്. ലാദിവ ഫാമിലി സലൂണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സ്ഥിരം. അപ്പോൾ നമ്മളിപ്പോൾ ഭീഷ്മ ചേച്ചിയെ കാണാം. അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ചേച്ചി അവിടെ ഇല്ല. ഓണറൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പ്രോപ്പർട്ടീസ് വാങ്ങാൻ പോയ ആൾ ഇതുവരെ എത്തിയില്ലെന്ന്. ചേച്ചി ഈ പ്രാവശ്യം യൂട്യൂബിൽ വരും. ഫൈനലി ഓണറൊക്കെ വന്നു ഗായ്സ്. ഹായ്. ഇത്രയും പെട്ടെന്ന് 1 വർഷമായി. ഇപ്പൊ അല്ലേ ചേച്ചിയുടെ ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞായിരുന്നു ഭീഷ്മ ചേച്ചിയുടെ. ഓ ആണോ, ഇത്രയും സമയമോ? അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. കാണാൻ പറ്റിയൊക്കെ സന്തോഷമായി. ഈ വ്ലോഗിൽ അല്ല അതെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്കി വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ ഭിത്തി ചെയ്തിട്ടാ, എന്നിട്ട് എടുത്തിട്ട് പറയാ കഴിഞ്ഞ വട്ടത്തൊക്കെ ഈ വട്ടവും ചേച്ചി യൂട്യൂബിൽ. ഓക്കെ, അപ്പം മേക്കപ്പ് തുടങ്ങാൻ പോവാണ്. ഹെയർ ചെയ്തോണ്ടിരിക്കും. യൂട്യൂബിലെങ്കിലും വൈറലാവട്ടെ. പറ്റിയിരിക്കുന്നത് പല്ലി. ചേട്ടാ ഓൺ ചെയ്തിട്ട് അവിടെ ചരിച്ചു വെച്ചാൽ എന്നിട്ട് എടുത്ത് നോക്കും. ഫ്രെയിം കറക്റ്റ് ആണെങ്കിൽ പിന്നെ അവിടെ തന്നെ ഫിക്സ് ചെയ്യാം. എനിക്ക് ആ സാധനം വേണ്ടേ പിന്നെ. കണ്ണിൽ വരുന്നില്ല, ഫേസിൽ ഇതൊക്കെ അല്ലേ. ഈ ഫോട്ടോയില് ഇവിടെ അല്ല വെച്ചേക്കുന്നത്, ഇച്ചിരി കൂടെ താത്തി ഇവിടെ ആയിട്ടാ വെച്ചേക്കുന്നത്. ഇപ്പം ഈ എടുത്തേക്കുന്ന മുറിയത് ഇവിടെ ഇത്രയും പോർഷനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇച്ചിരി, എന്നിട്ട് ഇവിടെ 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 ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എടുത്തേക്കുന്ന അതില് ഫോട്ടോ അയക്കാൻ മേക്കപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോഷൂട്ടിന് റെഡിയായി പൊക്കൊണ്ടിരിക്കുവാണ് ഗായ്സ്. നന്നായി ഇതുവരെ മഴയില്ല. ഇനിയും മഴ വരാതിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇപ്പോഴും ചേട്ടനാണ് ഓർമ്മിപ്പിച്ചത് വീഡിയോ എടുക്കാൻ മറന്നോണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലേ. ഓക്കെ, അടിപൊളി ലൊക്കേഷൻ. ഈ ലൊക്കേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തത്.
അപ്പൊ വിളിച്ചോണ്ട് വന്നത് ഇയാള് പേർപ്പസ്ലി കൊണ്ടുവന്നതാ. ഇവിടെ വ്ലോഗ് പൊക്കൊണ്ടിരിക്കണം. കണ്ട എന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി എത്ര പേര് എത്ര പാടുപെടുന്നു കണ്ട. ചൂലല്ല അത് കയ്യില് തന്നെ കണ്ട. എന്റെ കോസ്റ്റ്യൂമിന്റെ ചേച്ചിയാണ്, കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഫോട്ടോ എടുക്കുന്നതിന് മുമ്പുള്ള കഷ്ടപ്പാട്. നമ്മുടെ പ്രോപ്പർട്ടീസ് ഫൈനലി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ട് തുടങ്ങി ഗൈസ്. തുടങ്ങി ഒരു 10 നിമിഷത്തിൽ തന്നെ ഉഗ്ര മഴ വന്നു. മഴയിൽ എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടിയെങ്കിற കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോണത്. അടിപൊളിയാണ്. എടാ ഇനി ഏതെങ്കിലും ഉണ്ടോ ടോപ്പ് വ്യൂ? ഏതാ? ഞാൻ നല്ലൊരു വൈഡോർണം എടുക്കുകയാണേ. പറഞ്ഞ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ വരും. അയ്യോ അന്ന് വന്നു 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 മഴ വന്നു. ഒരു മാന്യതയോട് കൂടി വെച്ചു കൊടുക്കണ്ടേ? ഇത് ഇടിച്ചോ ഞാൻ ഓൺലൈനിൽ അത് പക്ഷേ മറ്റേ എന്തോ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് മഴ നിന്നു ഗൈസ്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പണി തുടങ്ങി. നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. പക്ഷെ ചെറുതായി പോയോന്ന് തോന്നണല്ലേ. ഡെഡിക്കേഷൻ ലെവൽ. ഇതാ കൊതുവിനെ അടിച്ചോടിക്കുകയാണ്. ഓക്കെ, മുന്തിരിയുടെ എണ്ണ ഇപ്പൊ കുറയും. ഒന്നുകൂടെ പൊക്കണോ? കാറ്റ് ബുദ്ധിമുട്ടാണോ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ ആ പൂ ഒന്ന് ഈ ഓക്കെ, അടിപൊളിയാടാ, അടിപൊളിയാണ് ഇത്. വേണ്ട നന്നായിട്ട് പറഞ്ഞിട്ടോ ഹെയറിന്റെ ഗ്യാപ്പ് അറിയുന്ന. അതെ അതെ. അവളെ തന്നെ അവളെ മുടി നിനക്കില്ല പോകില്ല. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാം. നല്ല ഭംഗിയുണ്ടല്ലേ അത്.
ഓക്കെ ആണോ? എല്ലാം ഉണ്ട് കേട്ടോ പാട്. ഇത്രയും ഗ്യാപ്പ് അറിയണ്ട, അത് കുറച്ചും കൂടി അങ്ങനെ വെച്ചോ. അങ്ങനെ നമ്മുടെ ഷൂട്ട് പാക്കപ്പായി. എക്സാക്ട്ലി തമിഴ് സ്റ്റൈൽ ബിരിയാണിയാണ്.